കവിത നിസ്സഹായത. പാടവും തോടും താണ്ടി പുഴവക്കിലെത്തിയാൽ കൂട്ടുകാരേറെയുണ്ട് സ്കൂളിലങ്ങോട്ടു പോവാൻ. വീതിയുള്ളിലാസ്റ്റിക്കിൽ പുസ്തകം ഭദ്രമാക്കി ഒക്കത്തു വച്ചിട്ടങ്ങോരോട്ടമാണെല്ലാ നാളും. ആടിനെ മേയാൻ കെട്ടി പശുവിനെ കാടി നൽകി കുഞ്ഞു കോഴിയോടൽപ്പം കിന്നാരം ചൊല്ലിക്കൊണ്ടും. സമയനിഷ്ഠയെ ചൊല്ലി വേവലാതിയില്ലാതെ വഴിയിൽ കാണുന്നോരോട് ഏറെ പറഞ്ഞും കൊണ്ട്. സ്കൂളിലെത്തുമ്പോഴേക്കും പാഠം തുടങ്ങിക്കാണും. എങ്കിലും പേടിയില്ലാതോടിയെത്തിടും എന്നും. അധ്യാപകനെ നോക്കി എൻ ബെഞ്ചിലിരിക്കുമ്പോൾ പണിയൊക്കെ തീർന്നോ കുട്ടി എന്നൊരു ചോദ്യമുണ്ട്. ആശ്വാസനിശ്വാസത്തോടെൻ്റെ പുസ്തകത്തിലെ പാട്ടുകൾ പാടാനായി നിന്നിടും നേരത്തല്ലോ നാട്ടുകാരൊക്കെ കൂടി ഓടിപ്പോകുന്ന കണ്ടു. എങ്ങോട്ടാണീ തിടുക്കം എന്നാരാഞ്ഞു. കാര്യങ്ങളന്വേഷിക്കെ പാടത്തിനോരത്തായി പുത്തൻ പരിഷ്കാരിപ്പെണ്ണൊരു വീടങ്ങുണ്ടാക്കി. അവൾ തൻ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു വിലസുന്ന പൂക്കളിൽ നല്ല ഭാഗം എന്നാട് തിന്നു തീർത്തു. നാട്ടാരൊക്കെയും കൂടി വാക്കായി വഴക്കായി. എങ്ങനെ കാണും ഇതിനായൊരു പരിഹാരം. വിവരമറിഞ്ഞ ഞാൻ ഓടിച്ചെന്നവിടേക്ക്. ഉരുകിയൊലിച്ചു ഞാനൊന്നുമല്ലാതായി നിന്നു. നിന്റേത് എന്റേതെന്ന വേർതിരിവൊന്നുമിന്നും ജീവജാലങ്ങൾക്കാരും പറഞ്ഞു കൊടുത്തില്ല. പച്ചപ്പു കാണുന്നേരം കടിച്ചു പറിച്ചു കൊണ്ടിച്ചയോടെല്ലാമങ്ങ് അകത്താക്കിടുമവർ. കെട്ടിയ കയറൂരി പാടമത്രയും താണ്ടി എന്തിനാ എൻ്റെ പൊന്നേ പൂന്തോട്ടം കണ്ടെത്തി നീ. ജനിച്ചാൽ ജീവിക്കണം എന്ന സത്യത്തിൻ മുന്നിൽ നനയാതെ പറ്റിപ്പോയോരപരാധം പൊറുത്തൂടെ.